ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ കൂടെ നിൽക്കുന്ന ഈ ഗ്രൂപ്പിനെ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. സർപ്പ എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ കുറച്ച് കിടിലങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സർപ്പ എന്താണെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ മനസ്സിലായി പാമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അല്ല, സർപ്പ വാട്സാപ്പ് ഗ്രൂപ്പോ? ആ, അത് പേരാണ് സർപ്പ വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന്. പക്ഷെ ഇവരുടെ തൊഴിൽ എന്ന് പറയുന്നതും സർപ്പമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയാണ് ഇവർ ചെയ്യുന്നത്. ഇവരൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്നേക്ക് ക്യാച്ചേഴ്സ് അഥവാ പാമ്പുകളെ പിടിക്കാൻ പറ്റുന്ന വിദഗ്ധരാണ് വന്ന് നിൽക്കുന്നത്. വാവ്! അപ്പൊ കുട്ടികളുമായിട്ട് കമ്പനി ഉണ്ടെന്ന് അർത്ഥം. വളരെയധികം അഖിൽ കമലുമായിട്ട് ബന്ധമുണ്ട്, കൈയടിക്കുകയാണ്. അപ്പൊ ആ ഗ്രൂപ്പ് ഇവണ്ടോ? അയ്യോ ഇല്ല, ഇവനെ പിടിക്കാൻ വേണ്ടിയാ ഇവര് വന്ന്. മനസ്സിലായില്ലേ? കമലൂര് കീടോ ഇല്ലെന്നാണ് വിളിക്കുന്നത്. 8 മണിക്ക് ശേഷം അവൻ അവിടെ അറിയപ്പെടുന്ന പാമ്പകിലെന്നാണ്. അത് നമുക്ക് നോക്കാം ഇപ്പൊ ഏത് പാമ്പിനെ പിടിക്കാനാ ഇവിടെ വന്നേന്നുള്ളത്. നമുക്ക് എന്തായാലും ഓരോരുത്തരെ പരിചയപ്പെടണം. ഹായ് ചേട്ടാ, പേരെന്നാ? ഹായ്, എൻ്റെ പേര് മുഹമ്മദ് അൻവർ. ഓക്കെ, എന്ത് ചെയ്യുന്നു? വനം വകുപ്പിൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ആണ്. ബയോഡൈവേഴ്സിറ്റി സെല്ലിന്റെ ചാർജാണ്. അടിപൊളി അടിപൊളി. വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. ആ സാറിനെയാണ് ഞാൻ കയറി ചേട്ടാ എന്ന് വിളിച്ചത്. ക്ഷമിക്കണം സാർ, എന്റെ തെറ്റാണ്. ഈ കൂടെ വന്നിരിക്കുന്ന സാറിനോട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണോ അതോ? അല്ല, അവര് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരല്ല. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഞാൻ മാത്രമാണ്. ഞാൻ സർപ്പ എന്ന ടീമിന്റെ നോഡൽ ഓഫീസറാണ്, സ്റ്റേറ്റ് നോഡൽ ഓഫീസറാണ്. ഓ, അപ്പൊ ഈ സർപ്പയില് വർക്ക് ചെയ്യുന്നവരാണ്. സർപ്പ ടീമിലെ മെമ്പേഴ്സ് ആണ് ഇവര്. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതെ അതെ. ഏതൊക്കെ മേഖലകളാ ഒന്ന് പറഞ്ഞാൽ? ഞാനൊരു ഇവന്റ് പ്ലാനർ ആണ്. കൊച്ചിയിൽ തന്നെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുകയാണ്. എൻ്റെ പേര് ജോജു എന്നാണ്. എനിക്ക് പ്രധാനമായിട്ടും ഞാൻ ഇതിന്റെ ഈ ഒരു സർപ്പ ടീമിന്റെ ഒരു മാസ്റ്റർ ട്രെയിനർ കൂടിയാണ്. ഒപ്പം ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഞാനും പിന്നെ ആ നിൽക്കുന്ന ചേച്ചി മാത്രമേ ഉള്ളൂ ലേഡീസ് ആയിട്ടുള്ളത്. എന്തായാലും ആ മാമിനെ ഒന്ന് പരിചയപ്പെടണം. ഹായ്. Hello, I am Vidya Raju, wife of Commodore NVS Raju. He retired from Indian Navy. And I'm a very proud Sarpa volunteer. Okay. And one thing just now she told us is the fear is because of lack of awareness. So we keep going to different places, school, colleges, clubs, for the awareness program to know what to do, what not to do in case of any snake sighted. Thank you so much. Okay, ഈ സൈഡിലേക്ക് നിങ്ങൾ ഏതൊക്കെ ഫീൽഡിലാണ്? കേൾക്കട്ടെ, പേര്? എൻ്റെ പേര് സന്ദീപ് എന്നാണ്. ഞാൻ സുവോളജിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ബാച്ച്, സർപ്പയുടെ ഫസ്റ്റ് ബാച്ചിൽ ലൈസൻസ് എടുത്ത ഒരാളാണ്. സൂപ്പർ. എൻ്റെ പേര് റിൻഷാദ്, എളമക്കരയാണ് സ്വദേശം. ഞാൻ ബിസിനസ്സാണ്, FMCGയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇപ്പോൾ സർപ്പയിൽ വന്നിട്ട് ഒരു 3 വർഷമായി. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. സോ നെക്സ്റ്റ് സാറിനെ കൂടെ ഒന്ന് പരിചയപ്പെട്ടു. ഹായ്. സാറിന്റെ പേര്? എൻ്റെ പേര് ശ്രീനിവാസ് കമ്മത്ത്. ഓക്കെ. ഞാൻ ബേസിക്കലി സൈക്കോളജിസ്റ്റ് ആണ്, ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചറാണ്. സെർപ്പയുടെ എറണാകുളം ജില്ലാ ഫെസിലിറ്റേറ്റർ ആണ്, എഡ്യൂക്കേറ്റർ ആണ്, സെർപ്പയുടെ എഡ്യൂക്കേറ്റർ ആണ്. സൂപ്പർ. അപ്പൊ പല ഫീൽഡിലുള്ള ആൾക്കാരാണ് ഈ സർപ്പ ടീമിലുള്ളത്. അത് തന്നെ ഭയങ്കര ഒരു നമ്മൾ വിചാരിക്കും ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ അല്ല. ഇപ്പൊ മാം പറഞ്ഞ പോലെ ആദ്യം ഇതിനെപ്പറ്റി അറിയാം, അതിനുശേഷം ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ദാറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. ഇനി നമുക്ക് പാമ്പുകളെ പറ്റിയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ അറിയണം. ഒരു നല്ല വിഷമുള്ള പാമ്പ് കടിച്ചാൽ എത്ര നേരം വരെയാണ് ആ മനുഷ്യന് ജീവിച്ചിരിക്കാൻ പറ്റുക? അല്ലാതെ എത്ര പെട്ടെന്ന് ചികിത്സയിൽ കൊണ്ടുപോകണം? മാക്സിമം 10 മിനിറ്റിനുള്ളിൽ ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും സേഫ്. 10 മിനിറ്റിൽ എത്തിയില്ലെങ്കിൽ ഗോൾഡൻ അവർ എന്ന് പറയും. ആദ്യത്തെ 1 മണിക്കൂറിന് ഉള്ളിലെങ്കിലും ആളെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണം. പിന്നെ ആ കടിയേറ്റ ഭാഗം, അതുപോലെ കടിച്ച പാമ്പ് എത്രത്തോളം വിഷം ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്, കുത്തി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ എല്ലാ ബൈറ്റിനും ഒരുപോലെ ഇൻവെൻവേഷൻ ഉണ്ടാകണമെന്നില്ല, വിഷബാധ ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ഈ ഒത്തിരി നമ്മുടെ ആർട്ടറീസും വെയിൻസും ഒക്കെ കടന്നു പോകുന്ന ഭാഗങ്ങളിലേക്കാണ് കടി കിട്ടിയെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വെനം സ്പ്രെഡ് ആവും, ബോഡിയിലേക്ക് സ്പ്രെഡ് ആവും. ചിലപ്പോൾ ടിഷ്യൂസിലാണ് കടിച്ചതെന്നുണ്ടെങ്കിൽ അത് വളരെ സാവധാനത്തിലായിരിക്കും സ്പ്രെഡ് ആവുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ ഈ ടിഷ്യൂസിൽ ഇഞ്ചക്ട് ചെയ്യുന്ന വിഷമുണ്ടല്ലോ, അത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്, അതിലൂടെയാണ് സ്പ്രെഡ് ആവുന്നത്. അത് പതിയെ നമ്മുടെ സർക്കുലേഷനിലേക്ക് എത്തുമ്പോഴാണ്, അതായത് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥിതിയിലേക്ക് എത്തുമ്പോഴാണ് അത് കൂടുതൽ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സാവകാശം നമുക്ക് കിട്ടും. പേടിപ്പിക്കല്ല, ആ കൊച്ചിന് ഒന്നാമത് ഭയങ്കര പേടിയാ പാമ്പെന്ന് പറഞ്ഞാ. ഇത് ത്രികോണമാണ്. നോക്കാൻ പറഞ്ഞത് അത് ഒറിജിനൽ അല്ല ഡയാന, ഡോണ്ട് വെറി. ത്രികോണമാണ്. മതി. എന്താടാ ഒരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? അയ്യോ, അത് അതിന് പേടിയാട്ടോ, ഭയങ്കര പേടിയാ പാവത്തിന്. ഇല്ലടാ, ഒരു പ്രശ്നമില്ല. നമുക്കിത് മൈൻഡ് മാറ്റാം. നമുക്ക് കുറച്ച് പാമ്പുകളുടെ ബാക്കി വിശേഷങ്ങളൊക്കെ. കോമഡി ആക്കിയതാണ്. അല്ലല്ല, അവർക്ക് ശരിക്കും ഭയങ്കര പേടിയാട്ടോ.
ഇങ്ങനെയാണ് അലീന, നമുക്ക് ഫോട്ടോസ് ഫോട്ടോസ് കുറച്ച് കാണാം. അതാ ശ്വേത ചേച്ചി, നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാം പാമ്പുകളുടെ. എന്നിട്ട് അത് ഏതൊക്കെ പാമ്പുകളാന്നുള്ളത് നമുക്കൊന്ന് അറിയാം. ഓക്കെ സാർ, ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. യെസ്, ഹായ്. ഇതാണ് ഇപ്പൊ വന്നത്. ഇതേതാ? ഇത് വിഷമില്ലാത്തൊരു പാമ്പാണ്. വില്ലൂന്നി കൊമ്പേറി എന്നൊക്കെ പറയുന്ന, വില്ലൂന്നി കൊമ്പേറി എന്നൊക്കെ പറയും. അതായത് മരങ്ങളിലൂടെയാണ് കൂടുതൽ സഞ്ചരിക്കുന്നത്. മരം കയറി പാമ്പാണ്. ഇതിനെ പിടിക്കാൻ അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഉസൈൻ ബോൾട്ട് ഓടുന്നത് പോലെ ഓടിയങ്ങ് ഈ പാമ്പിനെ പണ്ട് പറഞ്ഞത് കടിച്ചിട്ട് അയാൾ മരിക്കുന്നവരെ മരത്തിൽ പോയി തൂങ്ങി കിടക്കും. അതെ, മരിച്ചു കഴിഞ്ഞാൽ ഇത് താഴെ ഇറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ പാവപ്പെട്ട പാമ്പിനെയാണ്. പുക കണ്ടിട്ടേ തിരിച്ചു പോകുള്ളൂ എന്നൊരു വിശ്വാസമുണ്ട്. അത് ഈ പാമ്പിനെ പറ്റിയാണ്. ഇതിന് ഒട്ടും വിഷമില്ലാത്ത ഒരു വളരെ പാവപ്പെട്ട ഒരു പാമ്പാണ്. പാവപ്പെട്ടാണ് അല്ലേ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. എങ്കിൽ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. പൈത്തൺ, ഇന്ത്യൻ റോക്ക് പൈത്തൺ, മലമ്പാമ്പ്, പെരുമ്പാമ്പ് എന്നൊക്കെ പറയും. പലരും ചോദിക്കാറുണ്ട് മലമ്പാമ്പും പെരുമ്പാമ്പും രണ്ടും രണ്ടാണോ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് കേരളത്തിലാകെ മലമ്പാമ്പിനത്തിൽപ്പെട്ട ഒരു പാമ്പേ ഉള്ളൂ. അത് ഇതാണ് ഇന്ത്യൻ റോക്ക് പൈത്തൺ. വിഷമില്ലാത്ത പാമ്പാണ്. ഇത് ആൾക്കാരെയൊക്കെ പിടിച്ച് വിഴുങ്ങുമോ എന്നൊക്കെയുള്ള കഥകളൊക്കെ പ്രചരിക്കാറുണ്ട്. ഞെരുക്കുമല്ലേ ഭയങ്കരമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൺസ്ട്രക്ടറാണ്. ഇത് വിഷമുള്ള പാമ്പാണ്. റസൽ സ്വൈപ്പർ. എന്താണ് റസൽ സ്വൈപ്പർ? അണലി. ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കിലപ്പുള്ളി എന്നൊക്കെ പേരുള്ള പാമ്പാണ്. ഇത് കംപ്ലീറ്റ് എൻറ്റയർ ബോഡി, അതായത് ഫുൾ ശരീരം വായുവിൽ ഉയർന്നു കടിക്കാൻ വരെ കഴിവുള്ള ഒരു പാമ്പാണ്. സാറേ ഈ പാമ്പല്ലേ സാർ ഈ ചുറ്റും ഇങ്ങനെ കറങ്ങി കൊത്തുമെന്ന് പറയുന്നത്? ഏത് ആംഗിളിലും കടിക്കാൻ കഴിയുന്ന, നേരെ മുകളിലേക്കും നേരെ പുറകിലേക്കും ഒക്കെ കടിക്കാൻ കഴിയുന്ന ഒരു പാമ്പാണ്. സർ ഇത് ഏതാണ് അടുത്തത്? ഇലയിൽ വിശ്രമിക്കുന്ന ഇത് ഹംബ്നോസ്റ്റ് പിറ്റോയ്പ്പർ എന്ന് പറയും. ഹംബ്നോസ്റ്റ് പിറ്റോയ്പ്പർ, HNPV എന്നൊക്കെ ചുരുക്കപ്പേരിൽ നമ്മൾ വിളിക്കുന്ന ഒരു പാമ്പാണ്. മലയാളികളുടെ ഇടയിൽ ഇവനെ എന്താണ് വിളിക്കുന്നത്? ചുരുട്ട, തവിട്ട എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത് കൂടുതൽ പച്ചപ്പ് ഉള്ള നല്ല നീർവാർച്ചയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. പണ്ടത്തെ ഈ മൺകട്ട മുഴമൂക്കൻ കുഴിമണ്ഡലി, ഹംബ്നോസ്റ്റ് പിറ്റോയ്പ്പറിന്റെ നേർക്കുനേൽ മലയാള തർജ്ജമയാണ് മുഴമൂക്കൻ കുഴിമണ്ഡലി. ഇതിന്റെ മൂക്കിന്റെ അറ്റത്ത് ഒരു ചെറിയ മുഴയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മുഴമൂക്കൻ കുഴിമണ്ഡലി. അതായത് ഒരു ഉഗ്രവിഷമുള്ള കാറ്റഗറിയിൽ വരുന്നതല്ലെങ്കിൽ പോലും മനുഷ്യന് ഹ്യൂമൻ ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പാമ്പ് കൂടിയാണ്. നമുക്ക് അടുത്ത ആളെ നോക്കാം. കിങ് കോബ്ര, രാജവെമ്പാലയാണ്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ്. ഇതിന് കൂടൻ പാമ്പെന്ന് മറ്റൊരു പേരുണ്ട്. കാരണം കൂടുണ്ടാക്കിയിട്ട്, കരിയിലകൾ കൊണ്ടൊക്കെ കൂടുണ്ടാക്കിയിട്ട് അതിനുള്ളിൽ മുട്ടയിടുന്ന ഒരു സ്വഭാവമുണ്ട് കൂടൻ പാമ്പ്. ഇതിനെപ്പറ്റി പിന്നെ പറയണ്ടല്ലോ. രാജവെമ്പാല കടിച്ചിട്ട് വളരെ ചുരുക്കം പേരിൽ മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ടുള്ളൂ സാറേ. നമുക്ക് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ തന്നെ 3 മരണങ്ങളാണുള്ളത്. അതില് കേരളത്തിൽ ഒരു മരണമേ ഉള്ളൂ. അത് 3 പേരും പാമ്പുകളെ കൈകാര്യം ചെയ്യുന്ന, പിടികൂടുന്ന ആൾക്കാരായിരുന്നു. കേരളത്തിലെ റിപ്പോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം സൂവിലെ സൂ കീപ്പർ ആയിരുന്ന ഹർഷദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം രാജവെമ്പാലയുടെ കൂട്, തിരുവനന്തപുരം സൂവിലെ രാജവെമ്പാലയുടെ കൂട് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് പാമ്പ് എങ്ങനെയോ ആക്സിഡന്റലി അത് കടിച്ച് ആള് മരിക്കുകയായിരുന്നു. കൂടിനകത്ത് ആള് മരിച്ചു കിടക്കുന്നതാണ് പിന്നീട് കണ്ടത്. ഇത് മനുഷ്യരെ അറ്റാക്ക് ചെയ്യില്ല അങ്ങനെ? സാധാരണഗതിയിൽ ഇതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഉൾവനങ്ങളിലാണ്. ഇത് സാധാരണ ജനവാസ മേഖലകളിലേക്ക് വരാറില്ല. പിന്നെ പാമ്പ് ആൾക്കാരെ കടിക്കുന്നത് എപ്പോഴും നമ്മൾ കാണാതെ ശ്രദ്ധിക്കാതെ പാമ്പിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ്. ചിലപ്പോൾ കരിയിലക്കിടയിലോ വെളിച്ചമില്ലാത്ത സ്ഥലത്തോ ഒക്കെ പാമ്പ് കിടക്കുമ്പോൾ കാണാതെ തൊട്ടടുത്ത് വളരെ ക്ലോസ് റേഞ്ചിൽ പോകുമ്പോഴാണ് കടിക്കുന്നത്. ഇത് ഇത്രയും വലിയൊരു പാമ്പ് ജനവാസ മേഖലയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പട്ടി കുരയ്ക്കുക, പക്ഷികൾ കൂട്ടമായിട്ട് ശബ്ദം ഉണ്ടാക്കുക, അങ്ങനെയുള്ള മെസ്സേജൊക്കെ കിട്ടും. പിന്നെ വലിയൊരു പാമ്പ് കിടന്നു കഴിഞ്ഞാൽ കാണാതെ പോയി അതിന്റെ വാലി ചവിട്ടുക എന്നുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ഇനി എങ്ങാനും വാലി ചവിട്ടിയാലും തല ഒരു 8-10 അടി ദൂരെ ആയിരിക്കും. തല തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോഴേക്കും ഓടി രക്ഷപ്പെടാനുള്ള ഒരു ഗ്യാപ്പും കിട്ടും. അങ്ങനെ ഒരു വലിയ പാമ്പ് കഥ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മുടെ കുറെ സംശയങ്ങളും നമ്മൾ ചോദിച്ചു.